അടുത്ത നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റൻ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റൻ ഫ്രം കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റൻ ഒന്ന് നോക്കിയാടാ. ഇഫ് ഇസഡ് ഈക്വൽ ടു 1/2 മൈനസ് 2i ഈസ് സച്ച് ദാറ്റ് mod z plus 1 equal to alpha z plus beta 1 plus I where I equal to root minus 1 then and alpha beta belongs to R then alpha plus beta is equal to എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഇത് ഡയറക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചോദ്യം തന്നെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിലെ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇസഡ് നമുക്ക് തന്നിട്ടുണ്ട് കോംപ്ലക്സ് നമ്പർ 1/2 മൈനസ് 2i എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. എന്താണ്? ഇസഡ് പ്ലസ് 1 ദെൻ ആൽഫ ഇസഡ് പ്ലസ് ബീറ്റ ഇൻറ്റു 1 പ്ലസ് ഐ എന്നാണ് അല്ലേ. ഇവിടെ ഇസഡിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിയേ, അപ്പോൾ എന്ത് വരും? മോഡിനകത്ത് ഇസഡിന്റെ വാല്യൂ എന്താണ്? 1/2 മൈനസ് 2i പ്ലസ് 1 അല്ലേ. ദെൻ ആൽഫ ഇൻറ്റു ഇസഡ് നമുക്ക് അതുപോലെ എഴുതാം. 1/2 മൈനസ് 2i പ്ലസ് ബീറ്റ ഇൻറ്റു 1 പ്ലസ് ഐ. ഓക്കെ, ഇത്ര എഴുതിയല്ലോ. ഇനി നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്നുള്ള രീതിയിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നോക്കി, ഇവിടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കാരണം 1/2ഉം 1ഉം ആണുള്ളത്. അപ്പോൾ 1/2 പ്ലസ് 1 എന്ന് വരുമ്പോഴത്തേക്കിന് എത്ര വരും? 3/2 വരും അല്ലേ. അപ്പം മോഡ് 3/2 മൈനസ് 2i ഈക്വൽ ടു, മക്കളെ നോക്കട്ടെ, ഇവിടെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതാം. അപ്പം ആൽഫ നോക്കിക്കേ, ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ എന്നുള്ള ടേം നമുക്ക് കിട്ടും. ദെൻ അടുത്തത് ഐ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് 2 ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും അല്ലേ. മൈനസ് 2 ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത്രയും ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. നോക്കിക്കേ, ഇവിടെ നമുക്ക് ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ വരും. ദെൻ ഐ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2 ആൽഫ യെസ് പ്ലസ് ബീറ്റ. അപ്പോൾ ഇത്ര നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കിക്കിടാം. ഇവിടെ നമുക്ക് ഈ മോഡുലസ് ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എന്ത് വരും? റൂട്ട് ഓഫ് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്നാണ് വരുന്നത്. 3/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും? 9/4 പ്ലസ് എന്ത് വരും? 2 സ്ക്വയർ 4 ആണ്. ദെൻ ഇത് അതുപോലെ തന്നെ നമുക്ക് എഴുതാം. ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ ദെൻ പ്ലസ് ഐ ഇൻറ്റു മൈനസ് 2 ആൽഫ പ്ലസ് ബീറ്റ. ഇനി നമുക്ക് അടുത്തിലേക്ക് എഴുതാം. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 9 പ്ലസ് 16 വരും. അപ്പോൾ 25 ഡിവൈഡ് ബൈ 4 എന്ന് വരും. റൂട്ട് 25 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോഴത്തേന് 5/2 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 5/2 ഈക്വൽ ടു 5/2 ഈക്വൽ ടു എന്ത് വരും? ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ ദെൻ ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ ദെൻ എന്ത് വരും? ഐ ഇൻറ്റു മൈനസ് 2 ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 ആൽഫ പ്ലസ് ബീറ്റ. മക്കൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്? ഇവിടെ നമുക്ക് റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇമാജിനറി പാർട്ടും കൂടെ എഴുതണമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5/2 പ്ലസ് 0i എന്ന് കൊടുക്കാമല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ഈക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിയൽ പാർട്ട് ഈക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5/2 ഈക്വൽ ടു ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ എന്നും കിട്ടും. ഇമാജിനറി പാർട്ട് ഈക്വേറ്റ് ചെയ്താലോ? മൈനസ് 2 ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ബീറ്റ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2 ആൽഫ എന്ന് കിട്ടും. ക്ലിയർ? ദെൻ നോക്കിക്കേ, ഇനി ഇവിടെ നമുക്ക് ബീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, 5/2 ഈക്വൽ ടു ആൽഫ ബൈ 2 പ്ലസ് 2 ആൽഫ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് LCM എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. 5 ഈക്വൽ ടു ആൽഫ പ്ലസ് 4 ആൽഫ എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് വരും? 5 ഈക്വൽ ടു 5 ആൽഫ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? ആൽഫയുടെ വാല്യൂ നമുക്ക് 1 കിട്ടി. ആൽഫയുടെ വാല്യൂ 1 കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റയുടെ വാല്യൂ എത്ര കിട്ടും? ബീറ്റ ഈക്വൽ ടു നമുക്ക് 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടി, ബീറ്റയുടെ വാല്യൂയും കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആൽഫ പ്ലസ് ബീറ്റ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൽഫ പ്ലസ് ബീറ്റ എത്ര വരും? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും.